നമസ്കാരം. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഉടനടി നമുക്ക് കുറച്ച് പണം വേണം. പണം വന്നു ചേരാൻ വേണ്ടിയിട്ട്, പണം വശ്യമുണ്ടാവാൻ അല്ലെങ്കിൽ ആകർഷണ ശക്തി ഉണ്ടാവാൻ, കടം തീരാൻ ഈ വയമ്പ് പരിഹാരത്തിലൂടെ അത് നടക്കുന്നതാണ്. അപ്പോൾ പണം നിറയെ വേണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ട് മനുഷ്യർ ആരും തന്നെയില്ല. എല്ലാവർക്കും തന്നെ പണത്തിന് അത്യാവശ്യമാണ്. സ്വത്തുക്കൾ വേണം, ആഭരണങ്ങൾ വേണം എന്ന് വിചാരിക്കുന്നവർ ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ അത് എല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പം പിന്നെ കടം തീരാൻ വേണ്ടിയിട്ടും ഈ വയമ്പ് പരിഹാരം ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നത് വന്നിട്ട് പണം വന്നു ചേരാൻ വേണ്ടി നമ്മൾക്ക് എന്താ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് പറയുന്ന സമയത്ത് ആദ്യം വയമ്പ് എടുത്ത് വെക്കുക. വയമ്പ് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും, മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ചോദിച്ചാലും കിട്ടും, ആയുർവേദ മെഡിക്കൽ ഷോപ്പുകളിൽ ചോദിച്ചാലും കിട്ടും. ഇല്ല കടകളിലാണെങ്കിൽ വയമ്പ് ഉണ്ടാവുന്നതാണ്. അപ്പൊ വയമ്പ് വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഈ പൈസ നമ്മൾ ആദ്യം ഇതിൽ പണം എടുത്ത് വെക്കണം. പണം എന്ന് പറഞ്ഞാൽ 100-ന്റെയോ 10-ന്റെയോ 500-ന്റെയോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ള ഒരു നോട്ട് എടുത്ത് വെക്കാം. എടുത്ത് വെച്ചതിന് ശേഷം ഈ വയമ്പ് എടുത്തിട്ട് നമ്മൾ ഈ നോട്ടിലേക്ക് ചുറ്റി വെക്കുക. ചുറ്റി വെച്ചിട്ട് ഒരു നൂലിട്ട് കെട്ടുക. കെട്ടിയതിന് ശേഷം ഒരു ഗ്ലാസ് ബൗളിലേക്ക്, അതുപോലെ ഗ്ലാസ് ഡബ്ബയിലേക്ക് എടുത്തിട്ട് ഇത് കാണരുത്. അപ്പോൾ നമ്മൾ കുറച്ച് ചില്ലറ പൈസയും കൂടി എടുത്ത് വെക്കാം. ചില്ലറ പൈസ എടുത്ത് വെച്ചിട്ട് ഈ ഒരു ഗ്ലാസിന്റെ ഡബ്ബന്റെ ഉള്ളിലേക്ക് ഇതിനെ വെക്കാം. വെച്ചതിന് ശേഷം ഈ വയമ്പും ഈ പൈസയും കൂടെ ചേർത്ത് കെട്ടിയതിന് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിന് ചുറ്റും ചില്ലറ പൈസകൾ, നമ്മൾ 1 രൂപ നാണയങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ചുറ്റും ഇട്ട് വെക്കുക. ഇത് കാണരുത്. നമ്മൾ അലമാറയിൽ പണം വെക്കുന്ന സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. അപ്പൊ ഇത് ഡെയിലി നമ്മൾ കാണാൻ പാടില്ല. അങ്ങനെ നിങ്ങൾക്ക് ഇത് വർഷക്കണക്ക് വെക്കാം. ഈ പണത്തിനുള്ള നമ്മൾക്ക് പണം വീട്ടിൽ തീരെയില്ല, പണം വന്നു ചേരാനുള്ള, പണം വരാൻ ഭയങ്കര കഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണം വന്നു ചേരാൻ വേണ്ടിയിട്ട് ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ നല്ല ഫലം കിട്ടും. നല്ല ആകർഷണ ശക്തിയുള്ളതാണ്. ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് വരുമാനം വർദ്ധിക്കുകയും നമ്മൾക്ക് ഏതെങ്കിലും ഓരോ സോഴ്സുകളിൽ നിന്ന് നമ്മളിലേക്ക് ഒരുപാട് പണങ്ങൾ വന്നു ചേരും. ഇല്ല നമ്മൾ ആഗ്രഹിക്കുന്ന ആഭരണങ്ങളാണ് എന്നുണ്ടെങ്കിൽ അതാണെന്നുണ്ടെങ്കിൽ വരും. പണം ഉണ്ടായാൽ എല്ലാം വരും എന്ന് പറയും. അതെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ട് കുറേശ്ശെ അപ്പൊ ഒന്നിച്ച് ഒരേ പ്രാവശ്യം നമ്മൾ ഇത് വെക്കുമ്പോഴേക്കും 10 ദിവസത്തിനുള്ളിൽ നമുക്ക് ലക്ഷങ്ങൾ വരുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ കുറേശ്ശെ ആയിട്ട് നമ്മുടെ വരുമാനങ്ങൾ വർദ്ധിക്കുകയും നമ്മൾക്ക് ഒരു സേവിങ്സ് ആയിട്ട് വന്ന് നിറയെ പണങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ നേരം ചെയ്യാല്ല, അല്ലെങ്കിൽ വൈകിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ടൈം നോക്കിയിട്ട് ചെയ്യാം. പക്ഷെ ഇത് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വിളക്ക് വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഒന്നില് രാവിലെ ചെയ്യുക, അല്ലെങ്കിൽ വൈകിട്ട് വിളക്ക് വെച്ചതിന് ശേഷം വിളക്കിന്റെ മുന്നിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ പണം വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് ഈ പരിഹാരം. ഈ പരിഹാരം ചെയ്തിട്ട് നമ്മൾ ഈ ഗ്ലാസ് ഡപ്പയിൽ ഈ വയമ്പും ഈ പൈസ കെട്ടിയത് അത് ഏതെങ്കിലും ഒരു നൂലോ, ഒന്നില് ചുവപ്പ് നൂലോ പച്ച നൂലോ വെച്ച് കെട്ടിയിട്ട് ഈ പൈസ ഈ വയമ്പും ഇതും കൂടെ കെട്ടി വെച്ചത് ഒരിക്കലും കാണാൻ പാടില്ല. അങ്ങനെയുള്ള ഗ്ലാസ് ഡബ്ബയായിരിക്കണം. അതിന് ചുറ്റും നമ്മൾ ചെറിയ കോയിൻസുകൾ ഇടുക. അപ്പൊ അത് തീരെ കാണില്ല. എന്നിട്ട് നമ്മൾ പണം വെക്കുന്ന ഭാഗത്ത് അതിനെ പണത്തിന്റെ ഇത് കാണാത്ത ഒരു ഭാഗത്താക്കിയിട്ട് വെക്കുക. വെച്ചതിന് ശേഷം നമ്മളത് ഒരു വർഷം വരെ വേണമെങ്കിലും വെക്കാം. കാരണം എന്ന് വെച്ചാൽ അത് ഒരിക്കലും കേടുവരുന്നു പോകുന്ന ഒരു സാധനമല്ല. ഇല്ല ചില്ലറ നാണയങ്ങളൊന്നും ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കവറിന്റെ ഉള്ളിലേക്ക്, ഒരു പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ പൈസയും വയമ്പും കൂടി ചുറ്റിയിൽ വെച്ചതിന് ശേഷം ഒരു ബൗൾ എടുക്കുക. ഇല്ല ഗ്ലാസ് ഡബ്ബ ഇല്ല, ഇനിയിപ്പോ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിലേക്ക് വയമ്പും പൈസയും കൂടെ കെട്ടി ചെയ്ത് വെക്കുക. എന്നിട്ട് അതിന്റെ മേലെ നിറയെ ഉപ്പ് വെച്ചതിന് ശേഷം ഈ ബൗൾ എടുത്ത് കൊണ്ടുപോയി നമ്മുടെ പണം വെക്കുന്നത് എവിടെയാണോ അവിടെ വെക്കാം. അത് കാണരുത് എന്ന് മാത്രം, ഡെയിലി കാണാൻ പാടില്ല. നമ്മളത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി അതിനെ നോക്കരുത്. അതവിടെ ഇരുന്നോട്ടെ. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഉപ്പായത് കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് അതിന്റെ വെള്ളം ആവുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കണം. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു 41 ദിവസമൊക്കെ ആകുമ്പോൾ അതിന് വെള്ളം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എടുത്ത് കളഞ്ഞതിന് ശേഷം വീണ്ടും പുതിയ ഉപ്പ് എടുത്തിട്ട് ആ പാത്രം നിറച്ച് വെക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വരാതിരിക്കുന്ന പണം പോലും വന്ന് നമ്മളിലേക്ക് ചേർന്നതാണ്. അപ്പൊ നമുക്ക് വരുമാന മാർഗങ്ങൾ ഉണ്ടാവുമായിരിക്കും. നമ്മുടെ കടങ്ങളൊക്കെ തീർന്ന്, പണപ്രശ്നങ്ങളെ തീർന്ന് പണത്തിന് നല്ലൊരു ആകർഷണ ശക്തി ഉള്ളതാണ് ഈ വയമ്പ് പരിഹാരം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം, നല്ല ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കടമാണ് തീരണമെങ്കിൽ
ഒരു വെള്ള പേപ്പർ എടുക്കുക. എന്നിട്ട് ആ വ്യക്തി ആർക്കൊക്കെയാണ് നിങ്ങൾ പണം കൊടുക്കാനുള്ളത് ആ വ്യക്തിന്റെ പേരെഴുതുക, എത്ര രൂപയാണോ കൊടുക്കാനുള്ളത് അതും എഴുതുക. എന്നിട്ട് ഈ വയമ്പിന്റെ ഒരു കഷ്ണം ഈ പേപ്പറിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഈ ചുരുട്ടി വെക്കുക. ചുരുട്ടി വെച്ചതിന് ശേഷം ഇതിന് കെട്ടിയിട്ട് നമ്മൾ എന്താ പറഞ്ഞ വെച്ചാൽ പൂജാ റൂമുള്ളവർക്ക് പൂജാ റൂമിൽ വെക്കുക, അല്ലെങ്കിൽ ദൈവ ഫോട്ടോന്റെ അടുത്ത് വെക്കുക. അങ്ങനെ ഒരു 11 ദിവസം കഴിഞ്ഞതിന് ശേഷം അതിനെ എടുത്തിട്ട് നമ്മൾ ഒന്നിൽ കൽപ്പൂരം ഉപയോഗിച്ചിട്ട് കത്തിച്ച് കളയുക, അല്ലെങ്കിൽ അടുപ്പിലിട്ടിട്ടാണെങ്കിൽ കത്തിച്ച് കളയുക. എന്നിട്ട് ആ ചാരം എടുത്ത് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം എടുത്ത് പുറത്ത് കൊണ്ടുപോയിട്ട് കാല് പെടാത്ത ഒരു സ്ഥലത്ത് വേണം ഇത് ഒഴിച്ച് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ കടങ്ങൾ നമ്മൾക്ക് പൂർണ്ണമായും തീർന്നു കിട്ടും. കുറേശ്ശെ ആയിട്ട് ആ പണം നമ്മളിലേക്ക് വരികയും നന്നായിട്ട് നമ്മുടെ കടങ്ങൾ പൂർണ്ണമായും തീർന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.